ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് അവക്കാഡോ മിൽക്ക് ഷേക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അവക്കാഡോ മിൽക്ക് ഷേക്കിൻ്റെ അളവാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് അവക്കാഡോ എടുത്തിട്ടുണ്ട്. പച്ച അവക്കാഡോ ആണെങ്കിൽ നമ്മുടെ മിൽക്ക് ഷേക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറിലുള്ള അവക്കാഡോ ആണെങ്കിൽ അത് പച്ചയായിരിക്കും. അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡിലോട്ട് വന്നിട്ടുള്ള അവക്കാഡോ ആണ് ഏകദേശം പഴുത്തിട്ടുണ്ടാവുക. അവക്കാഡോ വാങ്ങുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. സിമ്പിളായിട്ട് നമുക്കതിൻ്റെ സീഡും റിമൂവ് ചെയ്യാം. നമുക്കിവിടെ മിൽക്ക് ഷേക്കിന് കറക്റ്റ് പാകത്തിനുള്ള അവക്കാഡോ തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായി പഴുത്ത അവക്കാഡോ ആണെങ്കിൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് വേണം. ഞാനിവിടെ 250 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാലെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഹാഫ് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. പാല് തണുത്ത ശേഷം പാലിലെ പാട ഞാൻ ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. തിളപ്പിച്ചാറിയ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുത്ത ശേഷമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഹണി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹണിക്ക് പകരം ഷുഗറും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.